നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന പേഷ്യൻസിനെ റൗണ്ട്സ് കഴിയുമ്പോൾ ഡോക്ടർ പറയും ഒരു ന്യൂറോ കൺസൾട്ടേഷനും സൈക്കാട്രി കൺസൾട്ടേഷനും എടുത്തോളൂ. അപ്പോൾ എന്ത് ചെയ്യും നേഴ്സസ്? അവിടെ ആ BSIയിൽ തന്നെ ഓപ്ഷനുണ്ട്. നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ പ്രൊഫൈലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് റൗണ്ട്സ് സമയത്ത് നമ്മുടെ BSI ഓപ്പൺ ആയിരിക്കുക. അവിടെ ടോപ്പ് മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രോസ് റെഫറൻസ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ മിഡിലായിട്ട് കാണാൻ പറ്റും. കുറേ ഐക്കൺസ് ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ആ ക്രോസ് റെഫറൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഡോക്ടർക്കാണ് എന്തെങ്കിലും അഡീഷണൽ കമൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാം. അപ്പോൾ 1-2 ഡോക്ടർമാരുടെ അപ്പോൾ തന്നെ ആ ഡോക്ടേഴ്സിന് അത് അലേർട്ട് ആയിക്കോളും അവരുടെ ഡോക്ടർ ഡെസ്കിൽ. സോ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് വന്ന് കൺസൾട്ട് ചെയ്യണമെന്നത്. അതിൻ്റെ സ്വാഭാവികമായിട്ടും ഫർദർ പ്രൊസീഡിങ്സ് ചെയ്യുന്നതിനും ഉള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഞാനിപ്പോൾ ആ ഒരു ക്രോസ് റെഫറൻസ് എന്ന ബട്ടൻ്റെ യൂസ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് പേഷ്യൻ്റ് ഈവൻറ്റ്സ്. പലപ്പോഴും പേഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കുന്ന സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഇപ്പോൾ സർജറി കഴിഞ്ഞ് കിടക്കുന്ന പേഷ്യൻസിന് പലപ്പോഴും നമുക്ക് ഈ ആ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ലാസ്റ്റ് ഡേയിൽ നമ്മളെല്ലാം പാക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞിട്ടായിരിക്കും പേഷ്യൻ്റ് ഒരു പരാതിപ്പെടുക, ശരിക്കും സർജിക്കൽ സൈറ്റിൽ അവിടെ ഹോസ്പിറ്റലായിരുന്നപ്പോൾ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു ഈവൻറ്റ് ഓരോ തവണയും നേഴ്സ് വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഈവൻറ്റ് മാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഡ്രഗ് റിയാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അത് അവിടെ മാർക്ക് ചെയ്യാനായിട്ട് ആ ഈവൻറ്റ്സ് ഉപയോഗിക്കാൻ പറ്റും. ഇത് മാത്രമല്ലല്ലോ, നമുക്ക് ഒരു IPയിൽ ഒരു നമ്പർ ഓഫ് ഈവൻറ്റുകൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡീഷണൽ ഈവൻറ്റ്സ് ആണ് ഈ പറഞ്ഞത്. ഇപ്പോൾ നോർമലി വൈറ്റൽസ് എടുക്കുന്നതും ഒരു സാമ്പിൾ കളക്ട് ചെയ്യുന്നതൊക്കെ ഓരോ ഇവൻ്റാണ്, ഡോക്ടർ വിസിറ്റ്, അതെല്ലാം തന്നെ അത് ചെയ്യുന്ന സമയങ്ങളിൽ അവിടെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള ബട്ടണായ ടൈം ലൈനിൽ ഇതെല്ലാം വിസിബിളുമാണ്. ദെൻ NABH പോലെയുള്ള ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യുന്നതിനുള്ള ഈവൻറ്റ് മാർക്കിംഗ് ആണ് നമുക്ക് ആ പേഷ്യൻ്റ് ഈവൻസിൽ. നമുക്കത് മാസ്റ്ററാണ്, ഡൈനാമിക്കാണ്, എത്ര എണ്ണം വേണമെങ്കിലും അവിടെ ക്രിയേറ്റ് ചെയ്യാം ആസ് പെർ അവർ ഹോസ്പിറ്റൽ ക്വാളിറ്റി മെഷേഴ്സ്. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി മെഷേഴ്സ് അനുസരിച്ച് നമുക്ക് വേണ്ടുന്ന എല്ലാ ഈവൻസും അവിടെ പ്രീലോഡ് ചെയ്ത് വെക്കാനും അത് ഓരോ പേഷ്യൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എടുക്കാനും സാധിക്കും.